ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ കേരളത്തിലേക്ക് ഈ മാസം 9 നടക്കുന്ന വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാറായിട്ടുണ്ട്. എന്നാൽ നദ്ദയ്ക്ക് ജനുവരി വരെ കാലാവധി നീട്ടി നൽകാനാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ തീരുമാനം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായാൽ കേരളത്തിലടക്കം ബി.ജെ.പിയിൽ കേന്ദ്ര ഇടപെടൽ സജീവമാകുകയും ചെയ്യും. ഈ സംഘടന അഴിച്ചുപണി കഴിഞ്ഞാലുടൻ ഓരോ സീറ്റിലും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളിൽ അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യും. എന്തായാലും 20% വോട്ട് വിഹിതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉയർത്തിയത് കേന്ദ്ര നേതൃത്വം ശുഭലക്ഷണമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വിജയിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ് ഇനി ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിനുള്ള തന്ത്രങ്ങളാണ് ഇനി നേതൃയോഗത്തിലും മെനയുക. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായതോടെ ഒഴിയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിൽ ആര് വേണമെന്ന ചർച്ചയും ഇപ്പോൾ നടക്കുന്നുണ്ട്. പി.സി. ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേര് ഒരുപോലെ ഉയർന്നു കേൾക്കുന്നു. ശോഭാ സുരേന്ദ്രനെ വീണ്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിൽ തിരിച്ചെത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതാഗ്രഹിക്കുന്നവർ ഏറെയുണ്ട്. സംസ്ഥാന അധ്യക്ഷന്റെ കീഴിലെ 4 ജനറൽ സെക്രട്ടറിമാരിൽ M.T. രമേശ് ഒഴികെ മറ്റ് 3 പേരും ഔദ്യോഗിക പക്ഷത്താണുള്ളത്. എന്തായാലും ഈ മീറ്റിംഗിന് ശേഷം സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി 2 തിരഞ്ഞെടുപ്പുകളും ജയിക്കാനുള്ള പ്രത്യേക ചർച്ചയും നടക്കാൻ സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയുമാണ് ഇനി മുന്നിൽ നിന്ന് ബി.ജെ.പി. ടീമിനെ നയിക്കുക എന്നർത്ഥം. തൃശൂർ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചു. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തുമെത്തി. ഇതോടെ ജയിക്കാൻ കഴിയുന്ന പാർട്ടിയായി കേരളത്തിലും ബി.ജെ.പി. മാറിയെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല ആലപ്പുഴയിലെ കാര്യവും പറയാതിരിക്കാൻ കഴിയില്ല. ആലപ്പുഴയിൽ വൻ മുന്നേറ്റമാണ് വെറും 50 ദിവസം കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഒന്നാമതെത്തി. ഇതിനൊപ്പം രണ്ടാമത് എത്തിയ മണ്ഡലങ്ങളിലും ബി.ജെ.പി. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വലിയ തോതിൽ വോട്ടുയർത്തിയ മണ്ഡലങ്ങളിലും ബി.ജെ.പി. നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ഒരുക്കം തുടങ്ങാനും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ 60 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ പ്രവർത്തനം നടത്താനുമാണ് തീരുമാനം. എന്തായാലും 9 തിരുവനന്തപുരത്ത് ചേരുന്ന വിശാല നേതൃയോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. CPM-ന്റെ അക്രമ രാഷ്ട്രീയം ബി.ജെ.പി. ചർച്ചയാക്കും. ഇതിനൊപ്പം കരുവന്നൂർ അടക്കമുള്ള വിവാദങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ നടപടികളും തുടരും. CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ ബി.ജെ.പിയിൽ എത്തുന്ന സാഹചര്യം പരമാവധി മുതലെടുക്കാനാണ് നീക്കം. സുരേഷ് ഗോപിയുടെ ജനകീയത പരമാവധി ഉപയോഗിക്കാനും തീരുമാനമുണ്ട്. കേരളവും അനുകൂലമായി പാകപ്പെട്ടു കഴിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സംസ്ഥാനത്തുണ്ടായ വൻ മുന്നേറ്റമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഒരു സീറ്റിൽ വിജയിക്കുകയും 1-ലധികം സീറ്റുകളിൽ ജയത്തിനടുത്തെത്തുകയും 20%-നടുത്ത് വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കേരള ജനത ബി.ജെ.പിക്ക് അനുകൂലമായി മാറിയതുകൊണ്ടാണെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. T.P. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നായപ്പോൾ CPM-ഉം കോൺഗ്രസും ചേർന്ന് കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രനും ആരോപിച്ചിട്ടുണ്ട്. കെ രമ MLA ആയെങ്കിലും ചന്ദ്രശേഖരന് നീതി കിട്ടിയിട്ടില്ല. ചന്ദ്രശേഖരന്റെ വിധി മറ്റാർക്കും വരാതെ സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നത് തട്ടിപ്പാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്തായാലും സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി ഇക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുമ്പോഴും അവരെ മറ്റൊരു കാര്യത്തിൽ കൂടി പരിഗണിക്കുന്നുണ്ട്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിർത്താനുള്ള സാധ്യത കൂടുതലാണ്. അത് അവർ അർഹിക്കുന്നതാണെന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ തടുക്കാൻ മറ്റാർക്കും കഴിയില്ല. അപ്പോൾ അത്തരത്തിലൊരു നീക്കമുണ്ടാവുകയും ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും ചെയ്താൽ അത് കേരള ചരിത്രത്തിൽ മറ്റൊരു ചരിത്രമായി തന്നെ മാറും. അതും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും പൂർണ്ണമായും ആവേശത്തോടുകൂടി ഇറങ്ങുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. വളരെ അവരുടെ ആവേശം അണികളിലേക്ക് എത്തിക്കാനും അവർക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്.